Good morning. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. വരുന്നുണ്ട്. മോർണിംഗ് വരുന്നുണ്ട്. വരട്ടെ. ഓക്കെ. യെസ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് എൻട്രൻസിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ. നീറ്റ് എക്സാമിനെ കുറിച്ചും അതുപോലെ കീമിനെ കുറിച്ചും ജെഇയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരുന്നു. കേട്ടിട്ടുണ്ടാവും അല്ലോ. അപ്പോ ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ചാപ്റ്റർ ആയിട്ട് നോക്കുകയാണ്. പക്ഷേ പ്ലസ് വണ്ണിലെ കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത അത്ര ടോപ്പിക്കുകൾ എത്തിയിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആണ്, നിങ്ങൾക്കറിയാം. അതില് കുറച്ച് പോർഷൻസ് മാത്രമാണ് നമുക്കുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് അതിലെ ഫണ്ടമെന്റൽ കോഴ്സുകളെ കുറിച്ച് മാത്രമാണ് എക്സാമിന് ചോദിക്കുന്നത്. എൻട്രൻസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതൊക്കെയോ വർഷങ്ങളിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നല്ലാതെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ല. നമുക്ക് ചോദ്യങ്ങൾ എൻട്രൻസിന് കൂടുതൽ കിട്ടുന്നത് നമ്മളെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ മുതലാണ്. അപ്പൊ അതില് നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ വരെ എത്തിയിട്ടുള്ളൂ. അതില് എൻട്രൻസിന് ചോദിക്കുന്ന ടോപ്പിക്ക് നമ്മൾ എത്തിയിട്ടില്ല. ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ ഉണ്ട്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ എറർ കാൽക്കുലേഷൻ, എറർ, അതുപോലെ ഡയമെൻഷൻ ഒക്കെ എത്തുമ്പോഴാണ് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എൻട്രൻസ് മെറ്റീരിയൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മുതലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യത്തക്ക രീതിയിൽ നിങ്ങളുടെ തിയറി എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ടെക്സ്റ്റ് തൽക്കാലം മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫിസിക്കൽ വേൾഡിൽ നിന്ന് അഥവാ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്റെ കൈവശമുണ്ട്. എല്ലാ ചാപ്റ്ററിലെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളും ഉണ്ട്, ചോദിക്കാൻ സാധ്യത ഉള്ളതും ഉണ്ട്. അപ്പൊ നമ്മള് ഫിസിക്കൽ വേൾഡിലെ ഒരു ചോദ്യമെങ്കിലും നമുക്ക് കിട്ടിയാൽ എളുപ്പമുള്ള ചോദ്യം ആയിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. അറിയാലോ, ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കാണ്. ഓരോ മാർക്കിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോ 0.1 മാർക്കിനാണ് നെഗറ്റീവ് മാർക്ക് വരുമ്പോഴത്തേക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് നമുക്ക് ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാതെ പോകുന്നത്. ഓരോ മാർക്കിനും അത്രത്തോളം വാല്യൂ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലില്ല. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു തിയറി ബാക്ക്ഗ്രൗണ്ട് ആവാത്തത് കൊണ്ട് മാത്രം പറയുന്നതാണ്. പിന്നെ ചില എൻട്രൻസുകളെ കുറിച്ച് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതില് ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ 4 ഫോഴ്സ് പഠിച്ചു അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതിലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് മാത്രമാണ് ചോദ്യം. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദി ഇലക്ട്രോൺസ് ഓഫ് ആൻ ആറ്റം ടുഗദർ. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ശരിയാണോ? ഓപ്ഷൻ എ ശരിയാണോ? ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. അത് കറക്റ്റ് ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, മെസ്സേജ് ചെയ്തേ. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? നമ്മൾ പഠിച്ചതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച്. നോ അല്ലെ. ന്യൂക്ലിയർ ഫോഴ്സ് പേര് തന്നെയുണ്ട്, ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പോ ഇലക്ട്രോണുകളെ ഒരുമിച്ച് നിർത്തുന്നതല്ല, ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോണുകൾ ഇല്ല. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. രണ്ടാമത്തെ ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. കറക്റ്റ് ആണോ? ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണോ? ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണോ? നോ അല്ല അല്ലെ. ഇത് വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഒക്കെയാണ് ലോങ് റേഞ്ച്. ന്യൂക്ലിയർ ഫോഴ്സ് വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ടുഗദർ. ന്യൂക്ലിയസിനെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണ്. ന്യൂക്ലിയസിനെ ഒരുമിച്ച് നിർത്തുന്നത്, ന്യൂക്ലിയോണുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്ഷൻ ശരിയാണോ? അതെ, ശരിയാണ് അല്ലെ. ഒരു ന്യൂക്ലിയസിനകത്തുള്ള
പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തുന്ന, ന്യൂക്ലിയസിനെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. ഡി കൂടി ഞാൻ വായിക്കാം. ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ആൻഡ് ഇലക്ട്രോൺ. ന്യൂക്ലിയസിനെയും ഇലക്ട്രോണുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. ന്യൂക്ലിയസിനെയും ഇലക്ട്രോണുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് അല്ല, ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോണുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ശരിയല്ലേ? അപ്പോ ഇതിലെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചെങ്കിൽ അറിയാം. ബൈൻഡ് ടുഗദർ അല്ലെങ്കിൽ എന്താ നമ്മുടെ ഹോൾഡ് ടുഗദർ എന്ന് പറയുന്ന വേർഡ്, ഹോൾഡിംഗ് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ പല ഓപ്ഷനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഹോൾഡിംഗ് എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ഓപ്ഷൻ ആണെന്ന് എന്ത് ചെയ്യും, തോന്നും. ശരിയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള ഓപ്ഷൻസ്. പല ഓപ്ഷൻസും അതുപോലെയാണ്, നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് എന്ത് ചെയ്യും, തോന്നും. അപ്പൊ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോണുകളെ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. കേട്ടോ? ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ്. മറ്റൊരു ചോദ്യമാണ് കേട്ടോ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ്, ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. ആദ്യത്തെ ഓപ്ഷൻ, ദ സ്ട്രോങ്സ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെന്റൽ ഫോഴ്സസ് അബൌട്ട് 100 times ദി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഇൻ സ്ട്രെങ്ത്. ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്, ദ സ്ട്രോങ്സ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെന്റൽ ഫോഴ്സസ്. സ്ട്രോങ്സ്റ്റ് ഓഫ് all fundamental forces. Strongest of all fundamental forces. Strong nuclear force is first option, strongest of all fundamental forces. Yes. അല്ലെ? നമ്മൾ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകൾ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് അത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഏകദേശം 100 മടങ്ങാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ബാക്കി ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. അതാണ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്നുള്ളത്. അടുത്ത സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഹാസ് ഫസ്റ്റ് ഓപ്ഷൻ ഷോർട്ട് റേഞ്ച് കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഷോർട്ട് റേഞ്ച് കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് റേഞ്ച് ആണ് ആദ്യത്തെ ഓപ്ഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ലോങ് റേഞ്ച് കമ്പയർഡ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് റേഞ്ച് ആണ്. അത് കറക്റ്റ് ആണോ? രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ? ലോങ് റേഞ്ച് കമ്പയർഡ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ലോങ് റേഞ്ച് കമ്പയർഡ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോങ് റേഞ്ച് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോങ് റേഞ്ച് ആണ്. അപ്പൊ അത് തെറ്റാണ്. ഈസ് എക്സൈറ്റഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആണോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്? അല്ല. അപ്പൊ അതും തെറ്റാണ്. 4 ലോങ് റേഞ്ച് കമ്പയർഡ് ടു ഇലക്ട്രിക്കൽ ഫോഴ്സ്. ഇലക്ട്രിക്കൽ ഫോഴ്സുമായിട്ട്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് റേഞ്ച് ആണെന്നുള്ളതാണ്. അതും തെറ്റാണ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി, ഷോർട്ട് റേഞ്ച് കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് റേഞ്ച് ആണെന്നുള്ളതാണ്. ഷോർട്ട് റേഞ്ച് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് വരുന്നത് ആദ്യത്തെ ഓപ്ഷൻ ആണ്, ഷോർട്ട് റേഞ്ച് കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തൊരു ചോദ്യം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സുമായി ബന്ധപ്പെട്ടാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ആദ്യത്തെ ഓപ്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ന്യൂക്ലിയസ് ടുഗദർ. ന്യൂക്ലിയസിന്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റുകളെ, കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് ആരൊക്കെയാണത്? പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെ ഒരുമിച്ച് നിർത്തുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ കറക്റ്റ് ആണോ? ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിളുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ഈസ് ഇറ്റ് കറക്റ്റ്? നോ, റോങ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എ കോമൺ ഫോം ഓഫ് റേഡിയോ ആക്ടിവിറ്റി കോൾഡ് ബീറ്റ ഡി കെ. ബീറ്റ ഡി കെ എന്ന് പറയുന്ന റേഡിയോ ആക്ടിവിറ്റിയിലെ സമയത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. കറക്റ്റ് ആണോ? യെസ്. ബീറ്റ ഡി കെ പോലുള്ള ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത്, റേഡിയോ ആക്ടിവിറ്റിയുടെ സമയത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണത്. അപ്പൊ അത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ്. തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ടുഗദർ. അതും തെറ്റാണ്. ഓക്കെ. അടുത്തത് ദി ഫണ്ടമെന്റൽ ഫോഴ്സ് വിത്ത് ഷോർട്ടസ്റ്റ് റേഞ്ച്. The fundamental force with the shortest range is. അടുത്ത ചോദ്യമാണ്, the fundamental force with the shortest range is. ഓപ്ഷൻ 1
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്ഷൻ 2, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഓപ്ഷൻ 3, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഓപ്ഷൻ ഡി, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇതിൽ ഏതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റേഞ്ച് ഉള്ള ഫോഴ്സ്? ഷോർട്ടസ്റ്റ് റേഞ്ച് ആർക്കാണ്? 4 ഞാൻ ഒന്നുകൂടെ വയ്ക്കാം. എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഡി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓപ്ഷൻ ബി ആണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാളും റേഞ്ച് കുറവാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കേട്ടോ. അപ്പോ ഷോർട്ടസ്റ്റ് റേഞ്ച് ഏതാന്ന് വെച്ചാൽ ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് the difference between nuclear forces and electromagnetic force is that. The difference between nuclear forces and electromagnetic forces is that. First option, nuclear forces do not depend on charge. Nuclear force ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ശരിയാണോ? ന്യൂക്ലിയർ ഫോഴ്സ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ചാർജിന് ഇൻഡിപെൻഡന്റ് ആണ്. അതെ, ചാർജിന് ഇൻഡിപെൻഡന്റ് ആണ്, മാസിന് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. പ്രോട്ടോണിനും ഇടയിലുണ്ട്, ന്യൂട്രോണിനും ഇടയിലുണ്ട്, പ്രോട്ടോണിനും ന്യൂട്രോണിനും ഇടയിലുണ്ട്. അപ്പോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്, മാസ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. നമുക്ക് ബാക്കി ഓപ്ഷനോട് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, ന്യൂക്ലിയർ ഫോഴ്സസ് ആർ മീഡിയേറ്റഡ് ബൈ ഫോട്ടോൺസ് കമ്പയർഡ് ടു ഗ്ലൂഓൺസ് ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. തെറ്റാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ആർ വീക്കർ കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. തെറ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ, ന്യൂക്ലിയർ ഫോഴ്സസ് ഹാവ് എ ലോങ്ങർ റേഞ്ച് കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതും തെറ്റാണ്. ഇപ്പൊ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ചോദ്യങ്ങളാണ് ഇതില് ഏതാ നമ്മുടെ ഫോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതില് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ കൺസർവേഷൻ ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസർവേഷൻ ലോയുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാം. ഓൾ കൺസർവേഷൻ ലോസ് ഓഫ് നേച്ചർ ആർ വെരി യൂസ്ഫുൾ ഇൻ പ്രാക്ടീസ് ബിക്കോസ് എല്ലാ കൺസർവേഷൻ ലോസും നമ്മൾ 4 കൺസർവേഷൻ ലോസ് പഠിച്ചു. കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാന് നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പോസിബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എൻട്രൻസിനും, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു എൻട്രൻസിനും അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, വളരെ റെയറാണ് കേട്ടോ. അപ്പൊ അതില് ഞാന് നിങ്ങൾക്കിപ്പോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ എൻട്രൻസ് ചോദ്യങ്ങളുടെ ടോപ്പിക് എത്തിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ എറർ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുവരെ നമുക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമുക്ക് സാധ്യമായ MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ കുറെ സ്ഥലത്തുനിന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്താണ് ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. പല ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാക്സിമം എടുത്തുകൊണ്ട് വന്നതാണ്. അതിൽ ഒരു 10-70 ചോദ്യങ്ങളോടെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ 70 ചോദ്യങ്ങളുടെ ഒരു 10-15 എണ്ണം മാത്രമേ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊന്നും ചോദിക്കില്ല കേട്ടോ. നമുക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടിയ ചോദ്യങ്ങളാണ്. സയൻസ് ഈസ് ഡാഷ്, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് നേച്ചർ, കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് നേച്ചർ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അതിലൊന്നും യാതൊരു അർത്ഥമില്ല, ഒരു ഇതില്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യങ്ങളാണ്. അപ്പൊ അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ അതില് എനിക്ക് സ്റ്റാൻഡേർഡ് എന്ന് തോന്നിയ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, വിദൂര സാധ്യതയെങ്കിലും ഉള്ള ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് ബോർഡിൽ എഴുതാത്തതും അത്ര ഇതായിട്ട് പറയാത്തത്, ജസ്റ്റ് വായിച്ചു പോകുന്ന. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറയാനുള്ളൂ. ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല, ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. അതൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ മാത്രമേ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആണ് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഇനിയിപ്പോ പതുക്കെ പറയാം കേട്ടോ. പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് പതുക്കെ പറയാം. അപ്പോ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഈ ചോദ്യങ്ങളും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തേക്ക് മാത്രമായിട്ട് ഞാനത് ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ടെക്സ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള
തിയറി ആയിട്ടില്ല, ആവുമ്പോൾ നമ്മൾ അത് തുടങ്ങും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. അത് 1-2 ക്ലാസ് കൂടെ കഴിഞ്ഞതിന് ശേഷമേ അത് എത്തത്തുള്ളൂ കേട്ടോ. അത് എത്തുമ്പോൾ ആ ക്ലാസ് മുതൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് കൺസർവേഷൻ ലോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നോക്കാം. അതിലൊന്ന് ചോദ്യം ഇതാണ്: ഇൻ എവറി കൺസർവേഷൻ പ്രിൻസിപ്പിൾ, ഫസ്റ്റ് ഓപ്ഷൻ, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ചസ് ടു ഫോം ഓഫ് എനർജി. A physical quantity changes to a form of energy. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു തരത്തിലുള്ള എനർജി ആയിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കൺസർവേഷൻ പ്രിൻസിപ്പിളിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പൊ മൊമെന്റോ ആണെങ്കിൽ അല്ലെങ്കിൽ ചാർജ് ആണെങ്കിൽ എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യും എന്നാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. മൊമെന്റോ ആണെങ്കിൽ മൊമെന്റോ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ചാർജ് ആണെങ്കിൽ ചാർജ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഏത് ക്വാണ്ടിറ്റി ആണോ കൺസർവേഷൻ നമ്മൾ പറയുന്നത്, ചാർജ് ആണെങ്കിൽ ആ ചാർജ് എനർജി ആയിട്ട് മാറും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തത്, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലൈക്ക് മാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി. മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, പക്ഷെ എല്ലാ കൺസർവേഷൻ പ്രിൻസിപ്പിളിലും അങ്ങനെയല്ല. മൂന്നാമത്തത്, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലൈക്ക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മാസ്. എനർജി മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും എല്ലാ പ്രിൻസിപ്പിളിലും എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ, a physical quantity, for example total momentum, does not change in a phenomenon. Quantity has the same value before and after the phenomenon. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അപ്പോ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എനർജി ആയിട്ട് മാറും, ശരിയല്ലേ? രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് മാസ് എനർജി ആയിട്ട് മാറും. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എനർജി മാസ് ആയിട്ട് മാറും. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ അതിന്റെ കൺസർവേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറില്ല. ഇപ്പൊ മൊമെന്റോ ആണെങ്കിൽ മുമ്പുള്ള മൊമെന്റവും ശേഷമുള്ള മൊമെന്റോ എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. അപ്പൊ ഇതിലേതാ കറക്റ്റ് ഓപ്ഷൻ? കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ. ഏതാണോ ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റി എനർജി ആയിട്ട് മാറും. മൊമെന്റോ ആണെങ്കിൽ മൊമെന്റ് കൺസർവേഷന്റെ മൊമെന്റം എനർജി ആയിട്ട് മാറുന്നു. കൺസർവേഷൻ ഓഫ് ചാർജിൽ ചാർജ് മാസ് ആയിട്ട് എനർജി ആയിട്ട് മാറുന്നു. അത് ശരിയാണോ? തെറ്റാണ്. ആ ക്വാണ്ടിറ്റി എനർജി ആയിട്ട് എന്ത് ചെയ്യില്ല, മാറില്ല. ശരിയല്ലേ? ലാസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എന്താണ്? ലാസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ ടോട്ടൽ മൊമെന്റം, ഡസ് നോട്ട് ചേഞ്ച് ഇൻ ഫിനോമിനൻ. മൊമെന്റം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഏത് ക്വാണ്ടിറ്റി ആണോ ആ ക്വാണ്ടിറ്റി ആ ഫിനോമിനൻ തീരുന്നവരെ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. മുമ്പ് എത്ര ഉണ്ടായിരുന്നോ ശേഷവും അത്ര തന്നെയായിരിക്കും. ടോട്ടൽ മൊമെന്റം ബിഫോർ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം എന്താ, ആഫ്റ്റർ. അതാണ് നാലാമത്തെ ഓപ്ഷൻ. അപ്പൊ നാലാമത്തെ ഓപ്ഷനാണ് എന്തായിട്ട് വരുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്നത്. ശരിയാണോ? അതിൽ ആദ്യത്തെ 3 ഓപ്ഷൻ നോക്കൂ, യാതൊരു ലോജിക്കും ഇല്ലാത്ത ഓപ്ഷനാണ്. ശരിയാണോ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചോദ്യമാണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് അത്തരം ചോദ്യങ്ങളെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് അധികം ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമുകൾക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ബോർഡ് എക്സാമിനോ സ്കൂളിലൊക്കെ എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, വരാം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അതിൽ മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഫിസിക്കൽ വേൾഡിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ആ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു കാര്യം കൂടെ ചിലപ്പോ ചോദിക്കാവുന്നത് ഈ ഹൗ മെനി ടൈംസ് എന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. നിങ്ങളുടെ നോട്ട് തരുമ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടാവും ഹൗ മെനി ടൈംസ് എന്നുള്ളത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എത്ര മടങ്ങാണത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അതിന്റെ എത്ര മടങ്ങാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ആ ഒരു ടൈംസ് 100 ടൈംസ് അല്ലെങ്കിൽ 1000 ടൈംസ് ആ ടൈംസ് ഒന്ന് ഓർത്തോണം. പിന്നെ വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്, അതുപോലെ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഏതാണ്, ഷോർട്ടസ്റ്റ് റേഞ്ച് നമ്മൾ പറഞ്ഞു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനാണ്. അതുപോലെ ലോങ് റേഞ്ച് രണ്ടുപേർക്കും ഉണ്ട്. ഏതാ, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അതിൽ ഓർത്തിരുന്നാൽ മതിയാവും. അതൊക്കെ ചോദിക്കത്തുള്ളൂ. യൂണിറ്റ്സിലെ ചോദ്യങ്ങൾ നമുക്ക് ഇതുവരെ ആയില്ല, നമ്മൾ പഠിച്ചു വെച്ചിട്ടൊന്നുമില്ല. നമ്മുടെ 1 ലൈറ്റ് ഇയർ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 1 ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണ്? 1 ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണ്? 1 ലൈറ്റ് ഇയർ
ആർക്കും അറിയില്ല. യു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് 1 light year is equal to 1 light year is equal to how many meters? 9.46 into 10 raised to minus 15. 9.46 into 10 raised to minus 15 meters. Correct. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എത്ര ലൈറ്റ് ഇയർ? 1 meter is equal to dash light year. 1 meter is equal to dash light year. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമിൽ, എൻട്രൻസിൽ. ഒരു മീറ്റർ എത്ര ലൈറ്റ് ഇയർ ആണ് അല്ലെ? കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഇത് നമ്മൾ തിരിച്ചെഴുതും അല്ലെ? 9.46 into 10 raised to minus 15 meter എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഇയർ. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എന്ന് പറയുന്നത് ഇതിന് താഴെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 1/9.46 into 10 raised to minus 15 meter ലൈറ്റ് ഇയർ. ഓക്കെ, ഇസ് ഈക്വൽ ടു. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻട്രൻസ് എക്സാമിന് ഒന്നും നമുക്ക് കാൽക്കുലേറ്റർ എന്ത് ചെയ്യാൻ കഴിയില്ല, യൂസ് ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ബോർഡ് എക്സാമിന്, നമ്മുടെ +1 +2 എക്സാമിന് നമുക്ക്, സ്കൂളിലെ എക്സാമിന്, ബോർഡ് എക്സാമിന് നമുക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എൻട്രൻസ് എക്സാമിന് നമുക്ക് കാൽക്കുലേറ്റർ, സയന്റിഫിക് എന്നല്ല യാതൊരു വിധത്തിലുള്ള കാൽക്കുലേറ്ററും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യാതൊരു ഇലക്ട്രോണിക് ഡിവൈസും കൊണ്ടുപോകത്തില്ല. നീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ്. ഡ്രസ് കോഡ് പോലും ഉണ്ട് കേട്ടോ. നീറ്റ് എഴുതുന്നതിന് ഡ്രസ് കോഡ് പോലും ഉണ്ട്. ചില മതാചാര പ്രകാരമുള്ള ഡ്രസ്സൊക്കെ കഴിഞ്ഞ വർഷം അനുവദിച്ചു, അതിന് മുമ്പ് അതും പറ്റത്തില്ലായിരുന്നു. ഡ്രസ് കോഡ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും അങ്ങനെ ഇട്ടുകൊണ്ട് പോകത്തില്ല. കല്യാണത്തിന് പോകുന്ന പോലെയൊന്നും നമുക്ക് നീറ്റ് എഴുതാൻ പോകാൻ പറ്റത്തില്ല. ആ നീറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോമില് ഡ്രസ് കോഡ് കൊടുത്തിട്ടുണ്ട്, ശരിയാണോ? കമ്മലിടാൻ പറ്റത്തില്ല, മാല ഇടാൻ പറ്റത്തില്ല, അങ്ങനെ പല പല പ്രശ്നമുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്താ ഈ മുടി കെട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാര്യം ഇതിലൊക്കെ നമ്മൾക്ക് ഇപ്പോ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും, റെക്കോർഡ് ചെയ്യാനും സൗണ്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ ഉള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് യാതൊരുവിധ മാൻ പ്രാക്ടീസും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പരീക്ഷകളൊക്കെ നടത്തുന്നത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റും ഒരു പേനയും മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലാതെ വേറൊന്നും എന്ത് ചെയ്യില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പോകും. അപ്പൊ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനിപ്പോ ഒരു എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയം. അപ്പൊ നമ്മൾ എന്താ പലപ്പോഴും അപ്രോക്സിമേറ്റ് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുമായിട്ട് ഏതിനോടാണ് അപ്രോക്സിമേറ്റ് നിൽക്കുന്നത്, അങ്ങനെ ആയിരിക്കും നമ്മുടെ ഓപ്ഷൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അല്ല അടുത്തടുത്തുള്ള വാല്യൂസ് വളരെ റയർ ആയിട്ട് മാത്രമേ വരൂ. അപ്പൊ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഏകദേശം എവിടെയാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ 9.46 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ട്. നമ്മൾ 9.46നെ എന്തെന്ന് എടുക്കുന്നു, 10 എന്ന് എടുക്കുന്നു. 1/10 into 10 raised to എന്താ 15 ശരിയല്ലേ എന്ന് വരും. സോറി, -15 അല്ല, 15 ആണ്. ഇവിടെ -15 അല്ലോ. 1 light year is equal to 9.46 in 10 raised to -15 അല്ല കേട്ടോ, 15 ആണ്, മൈനസ് ഇല്ല, 15 ആണ്. ഇവിടെ 15 10 raised to 15 എന്നാണ് ലൈറ്റ് ഇയർ. ഓക്കെ, 10 into 10 raised to 15 എന്ന് പറയുമ്പോൾ 1/10 raised to 1 into 15. a raised to m into a raised to എന്ന് പറഞ്ഞാൽ a raised to m plus n. 1 plus 15 എന്ന് പറയുമ്പോൾ 16 ലൈറ്റ് ഇയർ is equal to താഴെ കിടക്കുന്ന 10 raised to 16 മേളിൽ പോകുമ്പോൾ 10 raised to -16 ലൈറ്റ് ഇയർ എന്ന് വരും. അപ്പൊ ഒരു ലൈറ്റ് ഇയർ 9.46 10 raised to 15 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 raised to -16 ലൈറ്റ് ഇയർ ആയിരിക്കും കേട്ടോ. മൈനസ് അല്ല, ഞാൻ എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്, പ്ലസ് ആണ്. ഓക്കെ, ഇവിടെ -10 raised to -16 ലൈറ്റ്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ 9.46 നമ്മൾ 10 ആയിട്ട് എടുക്കുന്നത് നമ്മുടെ പല കാൽക്കുലേഷനിലും അങ്ങനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതും കേട്ടോ. അപ്പൊ നമ്മളെ ആൻസറും അപ്രോക്സിമേറ്റ്ലി ആയിരിക്കും നമ്മുടെ ഓപ്ഷനിൽ നിന്ന് അതിന്. അപ്പൊ ഈ 10 raised to -15 10 raised to -16 14 ഒക്കെ അതിനകത്ത് +16 ഒക്കെ കാണും കേട്ടോ. നമ്മുടെ കൺഫ്യൂഷൻ വരുന്നത് 10 raised to -16 കാണും ഓപ്ഷനകത്ത്, 10 raised to 16 കാണും. അപ്പൊ നമുക്ക് അവിടെ വരുമ്പോൾ നമ്മുടെ ടെൻഷനോടൊപ്പം നമുക്ക് ഓപ്ഷൻസ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് -15 ആണോ 16 ആണോ +16 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ എന്ത് ചെയ്യാൻ സാധ്യത ഉണ്ട്, വരാൻ
സാധ്യതയുണ്ട്. ഇപ്പൊ വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ ഡീൽ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതില് എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റില് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അങ്ങോട്ടുള്ളത് എറർ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ടോപ്പിക്ക് എടുത്തതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ മാക്സിമം കാൽക്കുലേറ്റർ ഇല്ലാതെ വേണം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനായിട്ട്, ഡിസ്കസ് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട്. എല്ലാ കാര്യത്തിലും നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കും. പലരുടെയും പ്രശ്നം അതാണ്, 5 കൂട്ടുമ്പോൾ 10 കിട്ടുമെന്ന് നമുക്കറിയാം. എന്നാലും നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്ററിൽ 5+5 എന്ന് അടിച്ചു നോക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് പറ്റാവുന്നതൊക്കെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. എങ്ങനെ എളുപ്പം സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ ക്ലാസ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിനുള്ള ട്രിക്കുകളൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ മറ്റ് എൻട്രൻസുകളെ കുറിച്ചും മറ്റിതുപോലുള്ള എക്സാമുകളെ കുറിച്ചും ജോലികളെ കുറിച്ചും മറ്റ് പ്രോബ്ലത്തെ കുറിച്ചും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.